സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 5 പേർക്കും സ്വാഗതം. ഒന്ന് നിക്ക, ലാസ്റ്റ് സപ്പറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ, ഇനി മുട്ടിക്കോളൂ. നിഖില ഇരിക്കുന്നു, അനുശ്രീ ഇരിക്കുന്നു, രണ്ടുപേരോട് ഒന്നും ചോദിക്കുന്നില്ല. ഹേമയെ കുറിച്ച് ചോദിച്ചാൽ എൻ്റെ ആൻറ്റിയാന്ന് പറയുന്ന ആദ്യമാണ്, അതുകൊണ്ട് ആ ചോദ്യമേ ഇല്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നെഗറ്റീവാണ്. കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോഴാണ്. അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുക. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നമ്മളെല്ലാവരും സിനിമ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് പറയുമ്പോൾ ഇതേ മീഡിയ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതേ കാര്യങ്ങൾ അങ്ങനെ അല്ല എന്നും പറയുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് ഇത്രയും വലിയ വിഷയം പ്രതികരിക്കാതെ പോകുന്നത് പ്രതികരിക്കുകയും ചെയ്തു. അല്ല, എന്റെ പ്രതികരണം എന്ന് പറയുന്നത് എനിക്കത് ഒരിക്കലും നിങ്ങളുടെ TRP കൂട്ടാൻ വേണ്ടിയിട്ട് തരാനുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നാറില്ല. തീർച്ചയായിട്ടും ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. എന്റെ പ്രതികരണം എനിക്ക് അറിയിക്കേണ്ടത് എന്റെ അസോസിയേഷനിലുള്ളവരോ അല്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടോ അല്ലേ. അതാണ് എന്റെ ശരി. ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് സംസാരിക്കാനുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. തീർച്ചയായും നിങ്ങളുടെ തൊഴിലിടത്തിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളത് എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് അത് നിങ്ങൾ ഒരിക്കലും പബ്ലിക്കലി വന്നിട്ടല്ല നിങ്ങൾ സംസാരിക്കാം. അല്ലെ, നിങ്ങളുടെ തൊഴിലിടത്തിൽ നിങ്ങൾ ആദ്യം ഇത് ചർച്ച ചെയ്യുകയും അതേ പ്രൊസീജിയറാണ് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നടന്നിരിക്കുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു 4 ദിവസം ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അതിനകത്ത് കാണിക്കുന്ന കുറെ പരിപാടികളുണ്ട്. ആ പരിപാടികൾ എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലാവാറില്ല. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 എണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ബേസിക്കലി ഈ ന്യൂസ് കാണുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് എന്താണ് സത്യം എന്ന് വിശ്വസിക്കാൻ പാടാണ്. അപ്പൊ നിങ്ങൾ പറയുന്നത് സത്യമാണോ അത് നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നില്ല. നിങ്ങൾ പറയുന്നത് നുണയാണോ അതും നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നില്ല. അപ്പൊ പറ്റിപ്പ് പാർട്ടിയാണല്ലേ? അയ്യോ പൊന്നു സാറേ, സാറാണ് സത്യം. പറ്റിപ്പ് പാർട്ടിയല്ല. എന്താണോ തന്റെ ഉദ്ദേശം? സാർ ഞാൻ പറയാം സാർ. നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലാത്തൊരു ന്യൂസാണ് നിങ്ങൾ എപ്പോഴും ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുന്നത്. ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ തേങ്ങാ കൊലയാ. അപ്പൊ അത് നിങ്ങൾ എന്തിനാണ് ആൾക്കാരുടെ അടുത്ത് പറയുന്നത്? അപ്പൊ അത് നിങ്ങളുടെ നെഗറ്റീവ് ജേർണലിസ്റ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ അതിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കരുത്. അങ്ങനെ ആയിരുന്നോ, അവരവിടെ പോയിരുന്നോ, വന്നിരുന്നോ, അതറിയാനാണ് ഞങ്ങൾ നിങ്ങളുടെ ചാനൽ കാണുന്നത്. അല്ലാണ്ട് ഞങ്ങൾ മറ്റേ അവർ പോയിരുന്നോ അവർ വന്നിട്ട് അതെ ഞങ്ങൾ പോയിരുന്നു എന്ന് പറയുന്നത് കാണാനല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു എന്നെ തൊഴിൽ പോയില്ലേ. അതെ, ഡോളിംഗ് ബെല്ലടിക്കുന്നു. നിഖില കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് നിഖില ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് അതിലേക്ക് ആ റൂട്ടിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോയിട്ടു. ഞാൻ ചോദിക്കുകയും നിങ്ങൾ എന്തായാലും അത് ചോദിക്കുന്നത് എനിക്കറിയാം. നിങ്ങൾക്ക് അത് ചോദിക്കാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലല്ലോ. ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇനിയിപ്പൊ കണ്ടോ നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ചിരിച്ച് ചാവും. ഞാൻ ആ കുറ്റം ഏറ്റെടുക്കുന്ന ഒരു മാധ്യമപ്രവർത്തനമാണ്. ഞാൻ ചെയ്ത തെറ്റുകൾ ഏറ്റെടുക്കുക. ഇപ്പൊ നിങ്ങൾ ചോദിച്ചൊരു ഞങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പുറം ലോകം അറിയുന്നില്ല. അത് മാധ്യമ സ്ഥാപനമായുണ്ട്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അതല്ല ഉദ്ദേശം. അവിടെ തന്നെ തീരുന്നു, അതിന്റെ ഉള്ളിൽ തീരുന്നു. എത്രയോ പ്രശ്നങ്ങൾ മാധ്യമ സ്ഥാപനത്തിൽ ഉണ്ടാകാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ പ്രശ്നം വെച്ചൊരു TRP ഉണ്ടായിക്കൂടെ? ഞാൻ ചിരിച്ചു പോയനെ. ഇപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളൂ. അതാണ് പ്രശ്നം. പുറത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാനും നിങ്ങൾക്ക് പറയാനും താല്പര്യമുള്ളൂ. നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അതാണ് പ്രശ്നം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. വല്ല കാര്യമുണ്ടോ അതിന്റെ ഒക്കെ വായിച്ചൊന്ന് കേറാൻ? അല്ല, ഇടയ്ക്കൊക്കെ ഒത്തിരി പുറത്ത് വന്നു കേട്ടോ. കുറച്ച് പുറത്ത് വന്നാലും നിങ്ങളായിട്ട് സ്വന്തമായിട്ട് TRP ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതിനെ വെച്ചിട്ട്. ഭയങ്കര കോമഡി സാറേ, ഭയങ്കര കോമഡിയാണ്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പൊന്നല്ലേ.